ഹായ് പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി കളയരുത്. ഇത് മുഴുവനും കാണണം, എന്നാലേ ഇതിൻ്റെ ട്വിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ രാജ്യത്ത് ഓരോ പൗരൻ്റെ നികുതിപ്പണം കൊണ്ട് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന നിർമ്മാണം അശാസ്ത്രീയപരമായിട്ട് ആണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ശാസ്ത്രീയപരമായി നിർമ്മിച്ച് അതിൻ്റെ വിദഗ്ധരെ കൊണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അത് വർക്കിംഗ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അശാസ്ത്രീയപരമായി നിർമ്മിച്ച ഈ നിർമ്മാണം പൊട്ടിപ്പാളിഷാവുകയാണ്. നിങ്ങളിത് കാണണം. കോടികൾ മുടക്കി നിർമ്മിച്ച ഈ പദ്ധതി വെള്ളത്തിലാവുകയാണ്. കാരണം ഓരോ പൗരൻ്റെയും നികുതി പണമാണ്. ഈ രാജ്യത്ത് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു രൂപ പോലും ഉണ്ടെങ്കിലും അത് ഓരോ നികുതി പണം കൊണ്ടാണ്, ഓരോ പൗരൻ്റെ നികുതി പണം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇങ്ങനെ അശാസ്ത്രീയപരമായി നിർമ്മിച്ച ഈ നിർമ്മാണം വെള്ളത്തിലാവുകയാണ്. കാരണം ഇതിൻ്റെ വിദഗ്ധരാണ് ഇത് പരിശോധിച്ച് ഇത് ഉറപ്പുവരുത്തേണ്ടത്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കണം. കാരണം ഈ നിർമ്മാണം എത്രമാത്രം ശാസ്ത്രീയപരമായിട്ടാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ. ആ വാഹനവും ആ നിർമ്മിച്ച നിർമ്മാണ പ്രോജക്റ്റും എല്ലാം വെള്ളത്തിലാവുകയാണ്. എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് ഓരോ പദ്ധതികളും നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ ഓരോ പദ്ധതികളുടെ നിർമ്മാണവും. അത് വില കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധരെ അല്ലാത്ത ആളുകളെ കൊണ്ടോ നിർമ്മിക്കുന്ന ഈ പ്രോജക്റ്റ് ഇങ്ങനെ വെള്ളത്തിലാവുകയാണെങ്കിൽ എത്ര ദിവസത്തെ ഓരോ വ്യക്തിയുടെ കഠിനാധ്വാനമാണ്, ആ വേർപ്പിൻ്റെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത്. എത്രമാത്രം സങ്കടങ്ങളുണ്ടാവും. നിങ്ങൾക്കൊന്നും കാണുന്നില്ലേ ഈ പദ്ധതിയുടെ ഇത് നമ്മളുടെ രാജ്യത്താണെങ്കിലും ശരി, വിദേശ രാജ്യത്താണെങ്കിലും ശരി, നല്ല രീതിക്കുള്ള നിർമ്മാണങ്ങൾ നടത്തി നല്ല വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷമേ അത് നീറ്റിലിറക്കാനും അല്ലെങ്കിൽ അത് പ്രോജക്റ്റ് വെച്ച് പദ്ധതി സ്റ്റാർട്ട് ചെയ്യാനും പറ്റുകയുള്ളൂ. അല്ലാതെ നിർമ്മിക്കുന്ന ഓരോ നിർമ്മാണവും വെള്ളത്തിലാവും. ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക.